എൻ്റെ പേര് മഞ്ജുഷ. ഞാനിവിടെ മുക്കോല കച്ചാണി വാർഡിൽ താമസിക്കുകയാണ്. ഇവിടെ ഷീജ ഹോട്ടൽ എൻ്റെ അമ്മാവനും കൂടെ നടത്തി വരുവാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ള ഒരു ഏരിയയാണ് നമുക്കുള്ളത്. അതിനകത്താണ് ഈ ഒരു ബയോഗ്യാസിൻ്റെ ഒരു സംരംഭം നമ്മൾ സാധ്യമാക്കിയെടുത്തത്. എൻ്റെ പേര് ഉഷാകുമാരി. ഞാൻ കാച്ചാണി മുക്കോല ഷീജ ഹോട്ടൽ എന്ന കട നടത്തുകയാണ്. അവിടെ ഈ LPG ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ വേസ്റ്റ് മാറ്റാനും അതിനുള്ള ഉപയോഗത്തിനും വേണ്ടി ഇത് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് കണ്ട് ഞാനും തുടങ്ങി വെച്ചു. ഈ ഹോട്ടലിലുണ്ടാകുന്ന വേസ്റ്റുകൾ കളയുമെന്നുള്ള ചിന്തയിലിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി നിലവിലുണ്ടെന്ന് മനസ്സിലാക്കിയതും അതിനെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്തവരുമായിട്ടും എന്ന് വെച്ചാൽ ഈ ബയോഗ്യാസ് വീട്ടിൽ വെച്ച് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അത് വിജയകരമായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഏരിയയിൽ ഞങ്ങൾ ആണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ബയോടെക് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ അത് നല്ലൊരു വിജയമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അധികമൊന്നും വേസ്റ്റ് ഇല്ല. എന്നാൽ പോലും ഞങ്ങളുടെ ഹോട്ടലിൽ വരുന്ന മീനിൻ്റെ ആയാലും മലക്കറിയുടെ ആയാലും മറ്റൊരു വെള്ളം ഇതൊക്കെ എവിടെ ഒഴുക്കിക്കളയണമെന്നുള്ള ചിന്തയിൽ അത്രയധികം വിഷമപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്ലാനിന് ഞങ്ങളുടെ മനസ്സിൽ വരികയും അത് വയ്ക്കുകയും ചെയ്തത്. ഒരു ദിവസം ഏകദേശം 300 രൂപയുടെ ഗ്യാസ് എനിക്ക് ലാഭമുണ്ട്. നമ്മളെ കടയിലെ വേസ്റ്റ് മാറ്റാനും കടയിലുള്ള മാലിന്യങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപയോഗമുള്ള കാര്യമാണ് ഇപ്പം ഞാൻ ഈ തുടങ്ങിയത്. ഇതാണ് ഞങ്ങൾ സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ്. ഇതിൽ നിന്ന് ഗ്യാസ് ഞങ്ങൾക്ക് ഒരു 300 രൂപയ്ക്കകത്തുള്ള ഗ്യാസ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങളുടെ മീൻ കഴുകുന്ന വെള്ളവും അതുപോലെ അരി കഴുകുന്ന വെള്ളം അതെല്ലാം ഇതിനകത്താണ് ഒഴിക്കുന്നത്. അതുപോലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീൻ ഇറക്കുന്ന വേസ്റ്റ്, മലക്കറി വേസ്റ്റ്, പിന്നെ ബാക്കി വരുന്ന ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കലക്കി ഞങ്ങൾ ഒഴിച്ച് വെച്ച് 1 മണിക്കൂർ രാവിലെ നേരം ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞ് തീരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ കിട്ടുന്നത് ഒരു ഉച്ചയ്ക്ക് വീണ്ടും മീൻ ഒക്കെ വറുക്കാനും കറി വയ്ക്കാനുമൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ രാവിലെ വൈകിട്ട് നേരം ചായ ഇടൽ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു 300 രൂപയ്ക്കകത്തോളമുള്ള ഗ്യാസ് ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഇത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കാനുള്ള ഒരു ഉണർവ് കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഇത് വെച്ചിട്ടുണ്ട്. അവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ വീട്ടാവശ്യത്തിനുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം ആ ഗ്യാസ് വഴിയാണ് കിട്ടുന്നതെന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടി. അതിനനുസരിച്ചാണ് അപ്പം നമുക്ക് ഏറ്റവും വലിയ ഒരു ദുരിതമായിട്ടിരുന്നതാണ് നമ്മുടെ വേസ്റ്റ് എങ്ങോട്ട് ഒഴുക്കും എന്നുള്ള രീതി. അപ്പോഴാണ് ഈ പ്ലാനിനെ കുറിച്ച് അവൾ പറഞ്ഞു തരികയും അത് ഞങ്ങളിവിടെ നടപ്പിലാക്കുകയും ചെയ്തു. അത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്നവരാണ്. കാരണം നമ്മുടെ വേസ്റ്റ് ഫുള്ള് നമുക്കിതിനകത്ത് ആക്കാനും പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ബയോടെക് നമുക്കിവിടെ കൊണ്ടു തന്ന ഈ കമ്പനിക്കാരോടും വളരെ നന്ദി.